അങ്ങനെ പുഷ്പ 2 1000 കോടിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു നാൾ കൂടെയുള്ളൂ. ഒരു നാൾ കഴിഞ്ഞാൽ 1000 കോടി ഇതാവും. 8 ദിവസം കൊണ്ട് 1000 കോടിയായി. ഇന്നലെ വരെ എത്ര 886 കോടിയായിരുന്നു ഇന്നലെ വരെ. 886 ഒഫീഷ്യലായിട്ട് അവർ 922 ഇട്ടത്. 886 കോടിയാണ് കറക്റ്റ് കളക്ഷൻ. ഇന്നും നാളെയും കൂടെ കറക്റ്റ് 1000 കോടി പുഷ്പ 2 കയറിയാണ്. അങ്ങനെ തെലുങ്ക് സിനിമയിലെ 4ാമത്തെ 1000 കോടി. അടിച്ചുപൊളി. കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി ആ കോടാലി വെച്ചുള്ള പ്രയോഗങ്ങളും ഇനി നടക്കാൻ പോണ പുഷ്പ 3യിലെ സംഭവങ്ങളും അതൊക്കെ ഇനി വലിയ ഹൈപ്പായിരിക്കും. ആ ഫസ്റ്റ് സീനൊക്കെ തന്നെ ഇനി അടുത്ത പുഷ്പ 3യിലേക്കുള്ളതാണെന്ന് തോന്നുന്നു. ഏതായാലും കേരളത്തിൽ വലിയ ഇതില്ലെങ്കിലും ബാക്കി വെളിയിലൊക്കെ നല്ല കുതിച്ചടി അടിച്ച് കയറൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. വൻ തൂക്കിപ്പറത്തൽ എന്ന് വേണമെങ്കിൽ പറയാം. നോർത്തിലൊക്കെ എന്ന് വെച്ചാൽ വൻ തൂക്കിപ്പറത്തൽ. അവിടെയൊക്കെ ഒരു 700 കോടി കൂടുതൽ ഫൈനൽ നെറ്റ് കളക്ഷൻ തന്നെ വരും. 800-850 കോടി ഗ്രോസ് കളക്ഷനും അടിക്കും നോർത്തിൽ നിന്ന്. അത് നല്ല ഷുവറായിട്ടിരിക്കുക. ആന്ധ്രയിലും APTGയിലും കളക്ഷൻ ഇപ്പം കയറുന്നുണ്ട്. അവിടെ എത്ര ആവറേജ് റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. അവിടെ അത്ര വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടെങ്കിലും ഹിറ്റാവുമെന്ന് പോകുന്ന പടം. കുഴപ്പമൊന്നുമില്ല, അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. കളക്ഷൻ കയറുന്നുണ്ട്. ഇത്ര 350 കോടിയാണ്ട് വേണമെന്ന് തോന്നുന്നു. വച്ചേക്കെന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നു. ഏതായാലും 200-250 300 കോടിക്ക് അടുത്ത് തന്നെ കിട്ടിയാലും പടം ഹിറ്റാവും തന്നെ തോന്നുന്നു. അങ്ങനെയാണ് പോണത്. കേരളത്തിലിപ്പം 14 കോടിയായി പടം നല്ല രീതിയിൽ ഇനി കയറുന്നുണ്ട്. വലിയ മിന്നക്കൊന്നുമില്ല. ഇവിടെ കൂടുതലും നേരിട്ട് മിക്സ്ഡ് റിപ്പോർട്ടല്ലേ വന്നത്. അതല്ലേ പ്രശ്നം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തമിഴ്നാട്ടിൽ 50 കോടി ആയി. തമിഴ്നാട് കുഴപ്പമൊന്നുമില്ല. തമിഴ്നാട് അടിച്ച് കയറി വരുമെന്നാണ് നോക്കുന്നത്. അവിടെ ഒരു 100 കോടി അടുത്ത് ഫൈനൽ കളക്ഷൻ വരുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഏതായാലും തേർഡ് പാർട്ടിനായിട്ട് നല്ലൊരു വെയിറ്റിംഗ് തന്നെ എടുക്കണം. അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിലായിരിക്കും എൻഡ് ചെയ്തേക്കുന്നത്. അടുത്ത വില്ലൻ ആരാണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഫഹദ് ഫാസിലിൻ്റെ നല്ലൊരു തിരിച്ചുവരവായിരിക്കും ചിലപ്പം അടുത്ത പാർട്ടിൽ പോകണം. പുഷ്പ 2 അങ്ങനെ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അത് കൊള്ളാം. ഇനി വരാൻ പോണ തെലുങ്ക് പടങ്ങളെല്ലാം ഇനി വലിയ ഇതൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഇത് വെച്ചാൽ ഇനിയിപ്പം സലാർ 2ഉം കൽക്കി 2ഉം സ്പിരിറ്റ് അങ്ങനെ വമ്പൻ പടങ്ങളൊക്കെ വരാൻ പോണത്. അതെല്ലാം ഇതേ രീതിക്കായിരിക്കും. അതിൽ കൽക്കി 2 ഒക്കെ തന്നെ ഈ പുഷ്പ 2 പോലെ അടിച്ചേറിയ 1500+ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബാക്കി 2 പടവും 1000 കോടി പ്ലസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതൊക്കെ നോർത്തിൽ ഇത്തിരി അല്പം ഹൈപ്പ് കുറവാണ്. പുഷ്പ 2 എന്ന് വെച്ചാൽ പുഷ്പ 3 ഇനിയും പുഷ്പ 3യും വൻ ഹൈപ്പായിരിക്കും. നോർത്തിലൊക്കെ കൊടൂര ഹൈപ്പായിരിക്കും ഇനി പുഷ്പ 3ക്കും വരുന്നത്. ഇതിൻ്റെ ബാക്കിയായിട്ടല്ല ഇനി. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഇത്. വളരെ ഇഷ്ടം. കൊള്ളാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോണം. ഇന്ത്യൻ സിനിമാ ലോകം തെലുങ്ക് സിനിമയുടെ വൻ ഉണർവാണ്. ഏതൊരു സിനിമയും വെട്ടിച്ചുകൊണ്ടുള്ള തെലുങ്ക് സിനിമയുടെ വൻ ഉണർവ് എന്ന് വേണമെങ്കിൽ പറയാം. ബാഹുബലി 2ന് ശേഷമുള്ള വലിയൊരിതാണ് അപ്പോൾ പുഷ്പ 2യിലൂടെയും. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പോട്ടെ. ഇമ്പോയ്ക്ക് വളരെ ഇഷ്ടമായി പടം. ഇമ്പോയ്ക്ക് നല്ല രീതിയിൽ തന്നെ അത് തോന്നി. അപ്പോഴേ അറിയായിരുന്നു നല്ല രീതിയിൽ തന്നെ ഇത് കളക്ഷൻ ഇത്രയാവും. ഓട്ടെ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ. നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.